ഹലോ അസ്സലാമു അലൈക്കും. റമദാൻ മുബാരക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ വ്ളോഗായിട്ടാണ് കേട്ടോ. ഒന്ന് രണ്ട് റെസിപ്പീസൊക്കെ കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് IPL കണ്ടുകൊണ്ട് റിവാർഡ്സ് ഏൺ ചെയ്യാൻ പറ്റും. lotus365.in നിങ്ങളെ ഒപ്പീനിയൻസ് രേഖപ്പെടുത്തുക. ഇതിൽ ക്രിക്കറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 50-ൽ പരം ചോദ്യങ്ങളുണ്ടാവും, അതിനൊക്കെ ആൻസർ കൊടുക്കുക. പിന്നെ lotus365.in രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 365 രൂപ ഇവർ ഫ്രീ ആയിട്ട് തരുന്നതാണ്. ഇതിൽ 24 hours കസ്റ്റമർ സർവീസ് ഉണ്ട്. പിന്നെ ക്രിക്കറ്റ് കൂടാതെ 200-ൽ പരം ഗെയിംസും ഇതിൽ അവൈലബിൾ ആണ്. അതിലൊക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസസും അവർ തരുന്നുണ്ട്. പിന്നെ 10 മില്യണിലധികം യൂസേഴ്സ് ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് വരുന്നത് നവാസുദ്ദീൻ സിദ്ദീഖ്, ഉർവശി റോട്ടേല, സുനിൽ ഷെട്ടി, പിന്നെ നേഹ ശർമ്മ, കാജൽ അഗർവാൾ, ഇവരൊക്കെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചെക്ക്. ഞാൻ അടുക്കളയ്ക്ക് വന്ന് നോക്കിയപ്പം അവിടെ ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പം ഞാനും ഒന്ന് കൂടി കൊടുക്കാമെന്ന് വിചാരിച്ച്. ഈ ഗ്യാസ് സ്റ്റവൊക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴുകാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം അതിൽ എന്തെങ്കിലും കറയോ പാടോ അതൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ക്ലീനായിട്ട് വൃത്തിയായി വരുന്നതൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അധികം ഞാനാണ് ഇങ്ങനത്തെ ഓരോരോ പരിപാടികളൊക്കെ ചെയ്യൽ കേട്ടോ. അമ്മ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ. പിന്നെ ഞാനത് സ്ക്രബ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാപ്പം സാധനങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നമ്മൾ ബട്ടർഫ്ലൈ ചിക്കൻ ഉണ്ടല്ലോ, അതും പിന്നെ ത്രെഡ് ചിക്കനുമാണ് കേട്ടോ. രണ്ടും ഏകദേശം ഒരു സെയിം ആയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ അത് രണ്ടുമാണ് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ മെയിൻ ഹാള്. അപ്പം കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇവിടെയും ഒന്ന് നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് എന്നും പുറത്ത് പോക്കുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല മോൻ്റെ കാര്യങ്ങളോ എല്ലാം കൂടെ ആയിട്ട് നമുക്ക് ക്ലീനിങ്ങിനും അതിനും ഇതിനൊന്നും വലിയ സമയം കിട്ടലില്ല. ഒക്കെ ഒരു പെട്ടെന്ന് ചെയ്ത് തീർക്കലാണ്. അപ്പോൾ ഇന്ന് നല്ല റിലാക്സ് ചെയ്തിട്ട് ഞാനും ഉമ്മയും കൂടെ ഫുള്ള് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇപ്പം ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ചിക്കൻ കട്ട് ചെയ്തെടുക്കണം. നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള പീസസ് അല്ലേ കിട്ടുക. അപ്പം ഉണ്ടാക്കാൻ സുഖേനു. അങ്ങനെ ഉമ്മയാണിത് ഒക്കെ കട്ട് ചെയ്ത് തരല്. ഇന്ന് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്, കാരണം ഒന്ന് പഠിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തൊലിച്ചെടുക്കുന്നുണ്ട്. എനിക്കതിങ്ങനെ തൊട്ട് കഴിഞ്ഞപ്പോൾ എന്തോ സ്കിന്ന് തൊട്ടപ്പോൾ എന്തോ ഒരു പോലെ, ചിലരൊക്കെ പറയലുണ്ട് ഇറച്ചി തൊടുമ്പോൾ എന്തോ പോലെ ആവലുണ്ടെന്ന്. അപ്പോൾ അതേപോലെ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ അമ്മ റെഡിയാക്കി തന്ന്. എനിക്കതിൻ്റെ ബ്രസ്റ്റ് പീസേനോ വേണ്ടീനി അത്. അപ്പം അമ്മ അത് കട്ട് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ പൊട്ടാറ്റോ ചിക്കൻക്ക് വേണ്ടിയിട്ട് ഞാൻ പൊട്ടാറ്റോസൊക്കെ നല്ല പോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ അധികം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ അനിയന്മാർക്കും ഉമ്മക്കും ഒക്കെ നല്ല ഇഷ്ടമുള്ളതാണ് ഈ പൊട്ടാറ്റോ ചിക്കൻ. അത് നമ്മൾ എല്ലാ റമദാനും അധികം ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊട്ടാറ്റോ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക. കുറച്ച് കനത്തിൽ തന്നെ മുറിച്ചെടുത്തോളി, കാരണം നമ്മളിതിൻ്റെ കൂടെ ചിക്കൻ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ചിക്കൻ ഒന്ന് പൊരിഞ്ഞ് വരണം. നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ പൊട്ടാറ്റോ വേഗം തന്നെ പൊരിഞ്ഞ് റെഡി ആയിട്ട് വരും, ചിക്കൻ വേവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഇത്തിരി തിക്നെസ്സിലാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഉപ്പിടണമെന്ന് നിർബന്ധമില്ല കേട്ടോ, അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റിലാണ് ഉണ്ടാവല്. ഞാൻ വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തതെന്നുള്ളൂ. പിന്നെ അതാ ബ്രസ്റ്റ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടിൽക്കും കൂടെ ഉള്ളതാണ് കേട്ടോ. രണ്ടും ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചായിട്ടാണ് രണ്ടും ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ ആ ബട്ടർഫ്ലൈ ചിക്കൻക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. വല്ലാതെ തിക്നെസ് വേണ്ട, ചെറുതായിട്ട് മതി. പിന്നെ നമ്മൾ ത്രെഡ് ചിക്കൻ അതിൽക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് നീളത്തിലുള്ള പീസസ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഒരു സ്ട്രിപ്സ് പോലെ, ഭയങ്കര വലുതുമല്ല എന്നാൽ അത്ര ചെറുതുമല്ല, ആ ഒരു തിക്നെസ്സിലും വലുപ്പത്തിലൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തേന്. എന്നിട്ട് നല്ലോണം കഴുകിയെടുക്കുകയാണ് കേട്ടോ ഇത് രണ്ടും. പിന്നെ ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ രണ്ടിനും ഞാൻ ഏകദേശം സെയിം ആയിട്ടുള്ള മസാലാസ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് രണ്ടിൽക്കും. അതൊക്കെ നമ്മൾ എത്ര ചിക്കൻ എടുക്കണോ അതിൻ്റെ അളവിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും അത്രയാണ് കേട്ടോ ഇടുന്നത്. അതിലൊന്നും ഇങ്ങനെ പ്രത്യേകിച്ച് അളവില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് തന്നെ ഉള്ളൂ. എത്രയാണെന്നുള്ളതൊന്നും പ്രത്യേകിച്ച് കാര്യമായിട്ട് അളന്നൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഇനി ചേർക്കേണ്ടത് കുറച്ച് സോയ് സോസാണ്, അല്ല ടൊമാറ്റോ സോസ് ഞാൻ ഒന്നിൽ മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. അത് നമ്മളെ ത്രെഡ് ചിക്കനിൽ മാത്രമാണ് ഞാൻ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുള്ളത്. സോയ് സോസും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസം വരും കേട്ടോ. ഞാൻ നാട്ടിലാവുന്ന സമയത്ത് നമ്മളടുത്ത് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കലുണ്ട്.
പിന്നെ ഓരോരുത്തരായിട്ട് എണീറ്റ് കുളിയും മാറ്റലും അതൊക്കെ കഴിഞ്ഞിട്ട് റെഡിയായി വരുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഉറങ്ങാൻ നല്ല ലേറ്റാവും. പിന്നെ രാവിലെ എണീക്കുക ലോറിൻ്റെ ആ ഒരു സമയത്തായിട്ടാണ്. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം കേട്ടോ. പിന്നെ അതിനുശേഷം അനീസ്ക ഹറമിൽ പോവും. അനിയുണ്ടെങ്കിൽ ഓനെയും കൂട്ടിയിട്ട് അങ്ങനെ പോവും. ഇവിടെ ഉള്ളതല്ലേ, അപ്പം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഹറമിൽക്കാണ് അധികം പോക്കുള്ളത്. പിന്നെ ഇനി ഞാൻ ത്രെഡ് ചിക്കന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യൽ. അപ്പോൾ കുറച്ച് സമൂസ ഷീറ്റ് ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ട് അത് നീളത്തിലുള്ള പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ആ പരിപാടി അനീസ്കിനെ ഏൽപ്പിച്ചിട്ടോ. അപ്പോൾ അനീസ്ക ഇരുന്ന് കട്ട് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ നമ്മൾ ത്രെഡ് ചിക്കൻ്റെ ആ ഒരു ഇതിലേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടിയും ഒരിത്തിരി കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തേനു കേട്ടോ. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം മതി, അതൊരു ബാറ്റർ പോലെ ആക്കണമെന്നൊന്നുമില്ല. ഒന്നിങ്ങനെ ഇത്തിരി കട്ടിയിൽ നിന്നാൽ മതി. അതൊക്കെ കണ്ടില്ലേ, ഇതേപോലെ മതി. അതിൽ ആ ഒരു സമൂസേൻ്റെ ഷീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ പേരായിട്ട് ചോദിക്കലുണ്ട് നമ്മളിവിടെ ഉംറയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണോ വന്നത്, നിങ്ങൾ നാട്ടിലെത്തിയോന്നൊക്കെ. ഉംറക്കായിട്ട് മാത്രമല്ല കേട്ടോ, നമ്മൾ ഫാമിലി വിസയിലാണ് വന്നിട്ടുള്ളത്, ഉപ്പൻ്റെ ഫാമിലി വിസയിൽ. ഈ ചിക്കൻ്റെ പീസസ് ഞാൻ സമൂസേൻ്റെ ഷീറ്റിൽ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് നമ്മൾ ഉരുളൊരുട്ടൂലേ, അതേപോലെ ഇങ്ങനെ വെച്ച് പ്രസ്സാക്കി കൊടുത്താൽ മതി. എല്ലാതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ കഴിയും. അങ്ങനെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഓയിൽ ഞാൻ ഇത്രയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിലേക്കായിട്ട് നമ്മൾ ചിക്കൻ്റെ പീസസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ വേവണം, അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് ഒരു സ്ലോയിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി. കാരണം പെട്ടെന്ന് തന്നെ ആ സമൂസേൻ്റെ ഷീറ്റ് ആകുമ്പം അത് വേഗം കളറ് മാറും. അപ്പോൾ അതുകൊണ്ട് ചിക്കനും കൂടെ ഫ്രൈ ആക്കി എടുക്കാനുള്ളതുകൊണ്ട് നമ്മൾ നല്ലോണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഈ ഒരു കളറായി കഴിഞ്ഞപ്പോൾ ഞാനത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. പിന്നെ അമ്മ അവിടെ തരിക്കഞ്ഞി ആക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങാനാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അനീസ്കക്ക് നല്ല ആഗ്രഹമാണ് ഇവിടുത്തെ അൽബേക്കൊന്ന് കഴിച്ച് നോക്കണമെന്ന്. നമ്മളെപ്പം നാട്ടിൽ നിന്ന് ഫ്രൈഡ് ചിക്കനും ബ്രോസ്റ്റൊക്കെ കഴിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറയും കേട്ടോ, ഇതിനേക്കാളും ടേസ്റ്റാണ് അൽബേക്ക് എന്ന്. അപ്പോൾ അനീസ്കക്ക് ഞാനങ്ങനെ വലിയ ഹൈപ്പ് കൊടുത്തോണ്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഫില്ലറ്റ്സ് ആണ് കിട്ടിയത്. ഇപ്പം അധിക സ്ഥലത്തും ഫില്ലറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഞങ്ങൾ അൽബേക്കാണെന്ന് വാങ്ങിക്കാൻ വിചാരിച്ചത്. പിന്നെ അനീസ്ക നമ്മളെ ബട്ടർഫ്ലൈ ചിക്കനക്ക് വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് വാങ്ങാൻ പോയപ്പം അവിടെ താഴ്ന്ന് കൊടുത്തതാണ് കേട്ടോ അത്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നോമ്പ് തുറക്കേണ്ട ആ ഒരു സമയം കഴിഞ്ഞാൽ സ്ട്രീറ്റിൽ ഇങ്ങനെ എല്ലാവരും ഫുഡ് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ അനീസ്കക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. അപ്പോൾ ഇന്ന് അതും കൂടെ വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ടൂത്ത് പിക്ക് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നതിൻ്റെ കൂടെ ടൂത്ത് പിക്കും ഫ്രൈ ആയി പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്തിരി സമയം, ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. ഞാൻ ആ പൊട്ടറ്റോൻ്റെ കൂടെ തന്നെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അറിയാമല്ലോ, ചിക്കൻ ഉള്ളിൽ വെക്കുക, പൊട്ടറ്റോ അങ്ങനെ വെച്ചിട്ട് അത് ഫുള്ള് റെഡിയാക്കി എടുക്കുക. ഇങ്ങനെ ടൂത്ത് പിക്കും കുത്തിയിട്ട് റെഡിയാക്കി എടുക്കുക. പിന്നെ അമ്മ തരിക്കഞ്ഞി ആക്കി റെഡി ആയിട്ടുണ്ട്, അതൊക്കെ വറവിട്ടാണ്. അതേപോലെ നമ്മൾ ത്രെഡ് ചിക്കനും റെഡിയായി. ഇനി ഞാനിതാ നമ്മൾ ബട്ടർഫ്ലൈ ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് പൊരിക്കാനായിട്ട് ഇടുന്ന സമയത്ത് ഇങ്ങനെ ചിക്കൻ്റെ പീസ് താഴേക്ക് വരുന്ന പോലെ അങ്ങനെ വേണം കേട്ടോ ഇടാനായിട്ട്. അങ്ങനെ നമ്മൾ ആയതായതൊക്കെ എടുത്തിട്ട് ടേബിളിൽ കൊണ്ടുപോയിട്ട് സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ ഇന്നും നേരത്തെ തന്നെയാണ് കേട്ടോ, അധികം ലേറ്റ് ആയിട്ടൊന്നും ഇല്ല. ഇനി പിന്നെ ഇതാ എല്ലാം സെറ്റാക്കുന്നുണ്ട്. ഫസ്റ്റ് ബാച്ച് പൊട്ടറ്റോ ചിക്കൻ ഫ്രൈ ആക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ എടുത്ത് കൊണ്ടുപോവാണ്. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പയും അനീസ്കയും അനിയനും ഒക്കെ ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇവർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അടുക്കളയിൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉപ്പാക്കാണെങ്കിൽ എല്ലാ ഫുഡ്സും തന്നെ ഉണ്ടാക്കാനും അറിയാം. ബിരിയാണി, നമ്മളെ നാടൻ ഐറ്റംസ് ആണെങ്കിൽ അങ്ങനെ ഒക്കെ അറിയാം കേട്ടോ ഉപ്പക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഉപ്പയും കൂടെ വരും. ഉപ്പക്കൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കിച്ചൺ വെറും പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവരും കൂടെ കൂടണം എന്നുള്ള ആ ഒരു ഇതുള്ള ആളാണ്. അപ്പോൾ എല്ലാത്തിൽക്കും ഹെൽപ്പ് ചെയ്യാനും കൂടാനും ഒക്കെ നല്ല ഇൻട്രസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ ഫുള്ള് ടേബിളൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. നോഹ് ഇങ്ങനെ ആരെങ്കിലും വരുമോ എന്നൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ആരെങ്കിലും വന്ന് കസാരമേലിരുന്നാൽ പിന്നെ ഓന് അങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് ആ കസാര പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന പരിപാടിയാണ്. പിന്നെ എന്താ ഇനി നോമ്പ് തുറക്കാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് നോമ്പ് തുറക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ത്രെഡ് ചിക്കൻ. ഞാൻ കുനാഫ ചിക്കൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ ത്രെഡ് ചിക്കൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ആക്കണത്. നല്ല രസമുണ്ടായിനി. അതേപോലെ പൊട്ടറ്റോ ചിക്കൻ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണതാ, അതിൻ്റെ ടേസ്റ്റ് പറയണ്ടല്ലോ, സൂപ്പറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ നോമ്പൊക്കെ തുറക്കുകയാണ് ബാങ്ക് കൊടുത്ത്. അപ്പം എല്ലാവരും നല്ല റാഹത്തായിട്ട് നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.
പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഫോട്ടോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത് തരാം. ഞാൻ മാക്സിമം എല്ലാ മെസ്സേജസും നോക്കാനായിട്ട് ശ്രമിക്കലുണ്ട്. അതേപോലെ കമൻറ്റും ചെയ്യാം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.